കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗം ഓൾറെഡി താറുമാറായിക്കാണെന്ന് സാർ പലവട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ നിരാശനാണ് സാർ ആ കാര്യത്തിൽ. പലവട്ടം സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ വേറെ കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞ പോലെ വേറെ ഒരു സംഭവം കൂടി നടക്കാൻ പോവുകയാണ്. ഈ എയ്ഡഡ് കോളേജുകൾക്കും എയ്ഡഡ് കോളേജുകൾക്കും ഡീംഡ് ടു യൂണിവേഴ്സിറ്റി സ്റ്റാറ്റസിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാമെന്ന് പറയുന്നു. ഇത് എത്രമാത്രം പ്രാവർത്തികമാകും? അതിൻ്റെ പോസിറ്റീവ് ആസ്പെക്ട്സും അതിൻ്റെ നെഗറ്റീവ് ആസ്പെക്ട്സും എന്തൊക്കെയായിരിക്കും സാർ? ഇതെന്താണെന്ന് വെച്ചാൽ ഈ ഡീംഡ് യൂണിവേഴ്സിറ്റി എന്നുള്ളത് ഹയർ എഡ്യൂക്കേഷൻ രംഗത്തൊരു വലിയ മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി കേന്ദ്ര ഗവൺമെൻറ് വിഭാവനം ചെയ്ത് നടപ്പിലാക്കുന്ന ഒന്നാണ്. അതാണ് ഇതിൻ്റെ ഒരു ബേസിക്. അതെന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 150 കോളേജ് 200 കോളേജൊക്കെ ഈ അഫിലിയേറ്റഡ് സിസ്റ്റം യൂണിവേഴ്സിറ്റികളിലുണ്ട്. അങ്ങനെ ഒരു സിസ്റ്റം ഇപ്പോൾ എനിക്ക് തോന്നുന്നു 149 കോളേജോ മറ്റോ ഉണ്ട് MG യൂണിവേഴ്സിറ്റിയിൽ. 170-ലേറെ കോളേജുകളുണ്ട് ഈ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലൊക്കെ. അവിടേക്ക് ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമുക്കൊരു സിലബസ് പരിഷ്കരിക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 3 കൊല്ലം 4 കൊല്ലം എടുക്കും. എന്താ കാര്യമെന്ന് വെച്ചാൽ, ഒരു സിലബസ് പരിഷ്കരിക്കണം എന്നുണ്ടെങ്കിൽ ഈ സിലബസ് ആ സബ്ജക്റ്റുള്ള എല്ലാ അഫിലിയേറ്റഡ് കോളേജുകളിലെയും ടീച്ചേഴ്സിൻ്റെ അഭിപ്രായം തേടണം. അതിനു വേണ്ടിയുള്ള അതിൻ്റെ പ്രൊസീജിയർ ഫോർമാലിറ്റീസും മുഴുവൻ ഫുൾഫില്ല് ചെയ്തു തന്നെ. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിൽ നിന്നുള്ള ഇപ്പോൾ 150 സ്ഥലത്ത് എക്കണോമിക്സ് ഉണ്ടെന്ന് വെക്കുക. അപ്പോൾ ഈ 150 സ്ഥലത്ത് നിന്നുള്ള വിവരങ്ങൾ കിട്ടി ഈ സിലബസ് പരിഷ്കരിക്കുന്നതിൻ്റെ ആക്ച്വൽ പോയിന്റ് വരുമ്പോൾ നമ്മൾ 3 വർഷം പിന്നിലായിരിക്കും. വളരെ ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. നമ്മളൊരു 3 വർഷം പിന്നിലായിരിക്കും. അപ്പോൾ നമ്മുടെ അപ്ഡേറ്റഡ് സിലബസ് എന്ന് പറയുന്നത് 3 വർഷം പിന്നിലുള്ള സിലബസാണ്. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ അങ്ങനെ പറ്റില്ല. ഇപ്പോഴത്തെ ഒരവസ്ഥയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ, പറ്റിയാൽ ഓരോ അക്കാഡമിക് ഇയറിലും അല്ലെങ്കിൽ ഓരോ സെമ്മിലും നമ്മൾ സിലബസ് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ആ സിലബസ് അപ്ഡേറ്റ് ചെയ്ത് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അഫിലിയേറ്റിംഗ് സിസ്റ്റം മാറിയിട്ട് യൂണിറ്ററി യൂണിവേഴ്സിറ്റികളിലേക്ക് വരുന്നൊരു ശീലം വരണം. ആ യൂണിറ്ററി യൂണിവേഴ്സിറ്റിയുടെ സിസ്റ്റത്തിലേക്ക് വരുമ്പോഴാണ് ഈ ഡീംഡ് ടു യൂണിവേഴ്സിറ്റി തുടങ്ങാം എന്ന് വരുന്നത്. അപ്പോൾ അത് വരുമ്പോഴേക്കും എന്താ വെച്ചാൽ, അത് ആരാണ് അതിന് എലിജിബിളായിട്ടുള്ളത് എന്നുള്ളതിൻ്റെ തർക്കം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനകത്തൊരു ഫൈനലൈസ് ചെയ്തു. എല്ലാ കോളേജുകൾക്കും കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, 3 കോൺസിക്യൂട്ടീവായിട്ടുള്ള അസസ്മെൻ്റ് ഇയറിൽ NAAC അക്രഡിറ്റേഷൻ വിത്ത് A ഗ്രേഡ് കിട്ടിയിരിക്കണം. അപ്പോൾ 15 കൊല്ലം കോൺസിക്യൂട്ടീവായിട്ട് NAAC അക്രഡിറ്റേഷനിൽ A ഗ്രേഡ് കിട്ടണം. ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം. അത് ബോധ്യപ്പെടുത്തുകയും വേണം. പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്നൊരു NOCയും സംഘടിപ്പിക്കണം. ഇത്രയൊക്കെയാണ് ഇതിനകത്ത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്ക് ഒരു NOCക്ക് അപേക്ഷിച്ചിട്ട് 60 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് NOC കിട്ടാതിരിക്കുകയും അതിൻ്റെ മറുപടികളൊന്നും ലഭിക്കാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് NOC കിട്ടിയതായിട്ട് കണക്ക് കൂട്ടും. കൊള്ളാം. അപ്പോൾ അതുകൊണ്ട് ആ പ്രശ്നവുമില്ല. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ഗുണം. പിന്നെ 25 കോടി രൂപ ഡെപ്പോസിറ്റും ചെയ്യണം. ആ ഡെപ്പോസിറ്റിൻ്റെ പലിശ എടുത്തിട്ട് അത് ഈ യൂണിവേഴ്സിറ്റിയുടെ വികസനത്തിന് വേണ്ടി മാത്രമേ അത് ഉപയോഗിക്കാനും പറ്റൂ. വേറെ ആർക്കും ഒന്നിനും പറ്റില്ല. വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചേഴ്സിന് ശമ്പളം കൊടുക്കാൻ ആ പൈസ ഉപയോഗിക്കാൻ പറ്റില്ല. അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിന് ആ പൈസ ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ പുതിയ ഡിപ്പാർട്ട്മെൻറ്റ്സ് തുടങ്ങാനും ആ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ബാക്കി ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഡെവലപ്പ് ചെയ്യാനും ആ പൈസ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ 25 കോടി ഇടുകയാണെങ്കിൽ 1 കോടിക്ക് കിട്ടാവുന്നതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അനുസരിച്ച് വെച്ചാൽ 8 ലക്ഷം രൂപയല്ലേ കിട്ടുക. അതെ. അപ്പോൾ ഈ 8 40 19 ലക്ഷം രൂപ ഒരു കൊല്ലം കിട്ടും. 50 ലക്ഷം രൂപ കൊണ്ട് ഏതെങ്കിലും ഒരു ബാക്കിയും കാശ് എടുത്തിട്ട് ഇതിന് വേണ്ടി പുതിയ കോഴ്സുകളും പുതിയ ഡിപ്പാർട്ട്മെൻറ്റ്സും ഒക്കെ തുടങ്ങാൻ വേണ്ടി ആ പൈസ ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു സംഭവം. അത് ആകെ കൂടി നോക്കുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് സിലബസ് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും.
സിലബസ് അപ്ഡേറ്റ് ചെയ്യുന്നതോടൊപ്പം വേറൊരു കാര്യം കൂടി നമുക്ക് ചെയ്യേണ്ടി വരും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ കോളേജിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു പ്രത്യേക ഡിസിപ്ലിൻ പഠിച്ചു പോകുന്നൊരു കുട്ടി അയാൾ പോയി. പക്ഷേ ആ രംഗത്ത് അയാൾ ചെന്ന് അയാൾ പ്രവർത്തനം തുടങ്ങിയപ്പോഴാണ് അയാൾക്ക് ഒരു കാര്യം ബോധ്യമായത്, ഇവിടെ നിന്ന് കിട്ടിയ ഒരുപാട് കാര്യങ്ങളിൽ ഇമ്പ്രൂവ്മെൻറ്റ് വേണം എന്ന് തോന്നിയാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ അതിനുശേഷം ഈ നമ്മുടെ ഈ സ്ഥാപനത്തിൽ അതിനുള്ള ഇമ്പ്രൂവ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ നിന്ന് പോയവർക്ക് ഇവിടെ വന്നിട്ട് ഒരു ഒരു ഇമ്പ്രൂവ്മെൻറ്റ് പ്രോഗ്രാം, അക്കാഡമിക് ക്വാളിഫിക്കേഷനിൽ എക്സലൻസിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് പരിപാടിക്ക് വരെ ഷോർട്ട് ടേം ആയിട്ട് ഇവരെയൊക്കെ വിളിച്ചു വരുത്തി ചെയ്യാവുന്നതാണ്. അതൊക്കെ നടക്കണമെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ സിസ്റ്റത്തിലേ നടക്കുകയുള്ളൂ. അപ്പം നമ്പർ ഓഫ് യൂണിവേഴ്സിറ്റീസ് കൂടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ യൂണിവേഴ്സിറ്റിക്കും അക്കാഡമിക് എക്സലൻസിന് വേണ്ടി മത്സരിക്കേണ്ടി വരും. ഇതൊക്കെ ഇതിൻ്റെ നല്ല കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നല്ല സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം അമൃത ഒരു ഉദാഹരണമാണ്. ഓക്കെ. അമൃത വിശ്വവിദ്യാപീഠം ഒരു ഉദാഹരണമാണ് അതിൻ്റെ സംഗതിയിൽ. കാരണം അതൊരു അക്കാഡമിക് എക്സലൻസിലേക്ക് പോവുകയാണത്. അവർക്ക് എത്രയോ നമ്പർ ഓഫ് അവരുടെ ഇതിൽ ഈ 1% സയൻറ്റിസ്റ്റുകളില്ലേ, 2% സയൻറ്റിസ്റ്റുകളിലൊക്കെ അവിടെ ധാരാളം പേര് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാനിപ്പോൾ ഒരു ഇത് കണ്ടത്, അവരുടെ ഒരു പുതിയ PVC അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ PVCയുടെ ഇത് CV നോക്കിയ സമയത്ത് 6000 സൈറ്റേഷൻസ് ആണ് അവരുടെ PhD തീസീസിന് കിട്ടിയേക്കുന്നത്. അപ്പോൾ എന്തൊരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഉള്ള, അപ്പാർട്ട് ഫ്രം ദ പേറ്റൻസി. ഓക്കെ ഓക്കെ. ആ 6000 സൈറ്റേഷൻ കിട്ടിയേക്കുണ്ട്. നമ്മുടെ റിസർച്ച് സ്കോളേഴ്സിനൊന്നും തന്നെ നല്ലൊരു ഇല്ല അങ്ങനെ ഇതൊന്നുമില്ല. നമ്മുടെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏക്ക് തുലൻ ആണല്ലോ. മറ്റൊന്നും പറഞ്ഞ് ഒരു കമ്പാരിഷനാണ്, അത് പോയിക്കോട്ടെ. അതിനകത്ത് ഒരു ഫലിതമുള്ളത് എന്താണെന്ന് വെച്ചാൽ, വയലാർ ആൻഡ് വേറെ സുഭദ്രകുമാരി ചൗഹാൻ ഏക്ക് തുലൻ എന്ന് പറഞ്ഞപ്പോൾ കമ്പാരിറ്റീവ് സ്റ്റഡി, അതിനാണ് ഹിന്ദിയിൽ ഏക്ക് തുലൻ എന്ന് പറയുന്നത്. ആ ഏക്ക് തുലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ കേട്ടാൾ ചോദിച്ചു, വയലാർ രവി ഇങ്ങനെ കവിത എഴുതിയിട്ടുണ്ടെന്നുള്ള കാര്യം അറിയില്ലായിരുന്നു എന്ന് തമാശയ്ക്ക് പണ്ട് പറഞ്ഞിരുന്നു. അത് പോയിക്കോട്ടെ. പക്ഷേ ഇതിനകത്ത് ഇനി ഇവിടുത്തെ പ്രശ്നമാണ് പ്രശ്നം. ഇപ്പോൾ 2 യൂണിവേഴ്സിറ്റികൾ അപേക്ഷിച്ചിട്ടുണ്ട്, അവർക്ക് NOC കൊടുത്തിട്ടില്ല. 2 പേർ, ഒന്ന് മാർ ഇവാനിയോസ് കോളേജും 2 രാജഗിരി കോളേജുമാണ്. അവരെ അപേക്ഷിച്ചിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇതുവരെ NOC കൊടുത്തിട്ടില്ല. 2 ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള എയ്ഡഡ് സ്ഥാപനങ്ങളാണെന്നാണ് എൻ്റെ ധാരണ, സബ്ജക്റ്റ് ടു കറക്ഷൻ. ഓക്കെ. എയ്ഡഡ് ആണെങ്കിൽ ഇനി എയ്ഡഡിലേക്ക് വരുമ്പോൾ ഒരു പ്രശ്നം വരും. എയ്ഡഡിലേക്ക് വരുമ്പോൾ ഇവരുടെ ശമ്പളം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആര് കൊടുക്കണം? ആ ഗ്യാരൻറ്റി കൂടി സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഇവർക്ക് ശമ്പളം കൊടുക്കുക എന്ന ഒരു ഉത്തരവാദിത്വം അല്ലാതെ വേറെ ഒരു തരത്തിലുള്ള സാന്നിധ്യവും ഡീംഡ് ടു യൂണിവേഴ്സിറ്റിയിലില്ല. ഓക്കെ. ഇനി ഏറ്റവും കൂടുതൽ അഴിമതി നിറഞ്ഞു നിൽക്കുന്ന ഒരു രംഗമാണ് എയ്ഡഡ് വിദ്യാഭ്യാസ മേഖല. ഏറ്റവും പുരോഗമനവാദികളായ മലയാളികൾ എല്ലാവരും അറിഞ്ഞുകൊണ്ട് ആഘോഷപൂർവം നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പകൽക്കൊള്ള മേഖലയാണ് എയ്ഡഡ് വിദ്യാഭ്യാസ മേഖല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കോളേജ് അധ്യാപകൻ്റെ നിയമനത്തിന് ഇപ്പോഴും നാട്ടു നടപ്പുള്ള കോഴ 1 കോടി രൂപയാണ്. ഹയർ സെക്കൻഡറിക്ക് ഇങ്ങോട്ട് വരുമ്പോൾ 50 ലക്ഷത്തിനും 75 ലക്ഷത്തിനും ഇടക്കാണ് ഹയർ സെക്കൻഡറി. 50 ലക്ഷം വരെ കൊടുക്കണം ഹൈസ്കൂളിന്, 25 ലക്ഷം കൊടുക്കണം പ്രൈമറിക്ക്. ഇതാണ് ഇപ്പോഴത്തെ കോഴ നിരക്ക്. ഈ കോഴ നിരക്കുണ്ട് എന്നും ഇതിവർ വാങ്ങിക്കുന്നുണ്ട് എന്നും അറിയാത്തതായി ലോകത്ത് ഒരൊറ്റ മനുഷ്യരില്ല. എല്ലാ കറപ്ഷൻ ബ്യൂറോക്കാർക്കും ഈ വിവരം അറിയാം, എല്ലാ മന്ത്രിമാർക്കും ഈ വിവരം അറിയാം, എല്ലാ MLA-മാർക്കും ഈ വിവരം അറിയാം, എല്ലാ ഉദ്യോഗസ്ഥർക്കും ഈ വിവരം അറിയാം. പക്ഷെ ആരും ഒന്നും ചെയ്യുന്നില്ല. ഇനി ഒരു കാര്യമുണ്ട്, 15,000 UGC അധ്യാപകരാണ് കേരളത്തിൽ, ഏതാണ്ട് 15,000 വരും. 12,000 പേരും എയ്ഡഡ് സെക്ടറിലുള്ളതാണ്. അപ്പോൾ ഇവർക്ക് ഇനി വേറൊരു കാര്യം,
ശരാശരി UGC ശമ്പള സ്കെയിൽ എടുക്കുകയാണെങ്കിൽ ശരാശരി ശമ്പളം എടുക്കുകയാണെങ്കിൽ വെച്ചാൽ ബിഗിനിങ് തുടങ്ങി എൻഡ് വരെയുള്ളതിൻ്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രതിമാസം 2 ലക്ഷം രൂപ വരും. അപ്പോൾ ഒന്ന് കൂട്ട്, ഈ 2 ലക്ഷം രൂപ വെച്ച് 12,000 പേർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ എത്ര വരും? 24 12 24 അല്ലല്ലോ, 2 ലക്ഷം രൂപ വെച്ച് 12,000 പേർക്കാണ്. അപ്പോൾ 2,400 കോടി രൂപ ഒരു വർഷമാണ്. ഒരു മാസം 2,400 കോടി 2,400 കോടി രൂപ കോളേജിൽ മാത്രം. സ്കൂളുകളിലും കൂടി കൂട്ടിക്കഴിഞ്ഞാലോ? ഓ മൈ ഗോഡ്. ഇനി ഞാൻ അതിൻ്റെ അനീതി ഭാഗത്തേക്ക് വരുന്നേ ഉള്ളൂ. ഈ 2,400 കോടി രൂപ പ്രതിമാസം, കണക്ക് ചിലപ്പോൾ തെറ്റിപ്പോകട്ടെ, എനിക്ക് സബ്ജക്റ്റ് കറക്ഷനാണ്. ഓക്കെ, അപ്പോൾ അത് ഒന്ന് നോക്കിയേക്കണം. എൻ്റെ ഇതനുസരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഈ 2 ലക്ഷം രൂപ ഇൻറ്റു 12,000. ഓക്കെ, അപ്പോൾ 12 എന്ന് വെച്ചാൽ 24. 2 ലക്ഷം. പിന്നെ അത് കഴിഞ്ഞാൽ 10,000-ന് എത്ര പൂജ്യം? 4 പൂജ്യം. 1 8 10 100 4 പൂജ്യം. 4 പൂജ്യം. അപ്പോൾ 10 ലക്ഷം കോടി, 10 കോടി, 100 കോടി, 1000 കോടി, അതാണ് അത് വരുന്നത്. അപ്പോൾ ഇത്രയും കോടി വരുന്നുണ്ട്. അത്രയും കോടി, കാരണം ലക്ഷം വന്ന് 10 ലക്ഷം വന്ന് കോടി വന്ന്, പിന്നെ 100 കോടി 1000 കോടി. അത് ഞാൻ പറഞ്ഞത് തെറ്റില്ല. 2,400 കോടി. 2,400 കോടി ഇൻറ്റു 12. അപ്പോൾ 2,020 48 4,480. അപ്പോൾ 48,000 കോടി. ഇനി ഇതിനകത്ത് ഇത്രയും കൊടുക്കുന്നതിൽ പട്ടികവർഗക്കാർക്ക് പോലും സംവരണമില്ല. അതായത് ഞാനും നിങ്ങളും ഉപ്പും മുളകും വാങ്ങിക്കുമ്പോൾ കൊടുക്കുന്ന നികുതിപ്പണം എടുത്ത് ഈ എയ്ഡഡ് സെക്ടർ എന്ന് പറയുന്ന വെള്ളാനയെ തീറ്റിപ്പോറ്റുന്നതിന് വേണ്ടി കാശ് മുടക്കുകയും ജാതി, മതം, രാഷ്ട്രീയം, സമ്പത്ത് ഇതിൻ്റെ എല്ലാം കൂടി ഒരു ഏകീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അക്കാദമിക് എക്സലൻസിന് ബലി കഴിച്ചുകൊണ്ട് നിയമനം നടത്തുകയും ആ നിയമനത്തിന് കോഴ വാങ്ങിക്കുന്നു എന്ന് മാത്രമല്ല സാമൂഹിക നീതിയുടെ നിഷേധം കൂടി ഉള്ളതാണ് ഈ എയ്ഡഡ് സെക്ടർ. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇതിനെതിരെ ഒരക്ഷരം മിണ്ടാത്തത്? ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം. ഇതിപ്പോൾ എന്താ, ഈ സെക്ടർ എല്ലാ ജാതി മതക്കാർക്കും ഇല്ലേ, പട്ടികജാതിക്കാർക്കില്ല, ഇവിടുത്തെ താഴ്ന്ന അവശ വിഭാഗത്തിൽപ്പെട്ട ഹൈന്ദവർക്കില്ല. ഏറ്റവും കൂടുതൽ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉള്ളവരാക്കാണ് ഒന്ന് ക്രിസ്ത്യൻ സഭയ്ക്ക്, 2 മുസ്ലിമിന്, 3 ഹിന്ദുക്കൾക്ക് കുറവാണ്, വളരെ കുറവ്. അത് പറഞ്ഞതിനാണ് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ. എനിക്കത് മനസ്സിലാകാത്ത കാര്യം, വസ്തുത പറഞ്ഞാൽ വർഗീയതയാകുന്നത് എങ്ങനെയാണ്? മലപ്പുറത്ത് ഇത്രയും കാലമായിട്ട് അവർക്കൊരു പ്രൈമറി സ്കൂൾ അല്ലാണ്ട് വേറെ യാതൊന്നും ഇല്ല എന്നുള്ളൊരു വസ്തുതയാണ്. ആ വസ്തുത പറഞ്ഞാൽ വർഗീയതയാകുമെന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണ്? എന്നിട്ട് വന്നിട്ടുണ്ട് ഈ മാപ്രകൾ പറയുന്നതാണ് വെള്ളാപ്പള്ളിയെപ്പോലുള്ളൊരു വർഗീയവാദി. വെള്ളാപ്പള്ളിയെപ്പോലുള്ള വർഗീയവാദിയെക്കുറിച്ച് പറയുന്ന ഞാൻ ഇവരോട് ചോദിക്കട്ടെ, ഇവർക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, നട്ടലുണ്ടെങ്കിൽ, അന്തസ്സുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ എയ്ഡഡ് സെക്ടറിൽ നടക്കുന്ന ഈ അഴിമതിക്കെതിരെ ഇവർ ഒരക്ഷരം മിണ്ടാത്തത്? സാർ, ഒരു വിദ്യാഭ്യാസ വിദഗ്ധൻ എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട് കേരളത്തിൽ. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു വലിയ എഡ്യൂക്കേഷണൽ സാമ്രാജ്യവും അസംഖ്യം കോളേജുകളുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം ഒരു പ്രസംഗത്തിൽ, പബ്ലിക് പ്രസംഗത്തിൽ പ്രസംഗിച്ചതാണ്, മാധ്യമങ്ങളൊക്കെ നമ്മുടെ കൂടെ നിൽക്കും, നല്ല പിള്ളേരാണ്. ഇനി അതിൻ്റെ ബാക്കിയും കൂടി പറഞ്ഞിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. അപ്പോൾ ഈ അഴിമതിയാണ് വരാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ കോളേജിൽ ജോലി ചെയ്യുന്ന 12 വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ഒരു അധ്യാപകനായിട്ട്, ഗവൺമെൻറ് കോളേജ് അധ്യാപകനായിട്ടുള്ള ഇൻ്റർവ്യൂവിന് വന്ന് എൻ്റെ ബോർഡിൽ ഞാൻ ഇരിക്കുമ്പോൾ, അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇന്ന സ്ഥലത്തല്ലേ ജോലി ചെയ്യുന്നത്, അത് അവിടെ നിങ്ങൾക്ക് ഇത്രയുള്ള സർവീസ് ഇല്ലേ, അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞ് അവിടെ ഞാൻ ഇത്ര കൊടുത്തിട്ടാണ് കയറിയത്, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടുമല്ലോ എന്ന്.
പേര് പറഞ്ഞില്ല സാർ. പേര് ഞാൻ പറയുന്നില്ല. അല്ല ഞാനും അല്ല. പേര് അതെ, പറഞ്ഞില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്. പേര് പറയുന്നില്ല എന്നുള്ളത് എൻ്റെ വെറും ഔദാര്യം മാത്രമാണ്. അത് തൽക്കാലത്തേക്കാണ്. ഏത് സന്ദർഭത്തിലും ഞാൻ ഇവരുടെയൊക്കെ പേരും പറയും. അതിലൊരു സംശയം വിചാരിക്കണ്ട. കാരണം ഇവരുടെ ഒന്നും ഔദാര്യത്തിലല്ല ഈ കേരളത്തിൽ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അത് പറയാൻ ഒരു മടിയുമില്ല. ഈ പറഞ്ഞ മാന്യൻ ഇടക്കിടക്ക് വന്നിരുന്ന് രാജ്യത്ത് സോഷ്യലിസവും മറ്റെന്താണ് മതേതരത്വവും ഒക്കെ ഉണ്ടാക്കണമെന്ന് പറയുന്ന ഒരാളുമാണ്. അത് പോയിക്കോട്ടെ. ഇപ്പം ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വിഭാഗം, കാരണം ഇവർക്ക് കോടികളാണ് ഇവർക്ക് വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 12,000 അധ്യാപകരിൽ 12,000 അധ്യാപകരിൽ 15% പേര് ഒരു കൊല്ലം റിട്ടയർ ചെയ്യും കണക്കനുസരിച്ചിട്ട്. അപ്പോൾ ആ 15 എന്ന് പറഞ്ഞാൽ 15% എന്ന് പറഞ്ഞാൽ 10 1200 1800. അപ്പോൾ ഒരു കൊല്ലം കോഴ ഇനത്തിൽ മാനേജ്മെൻറ്റിന് കിട്ടുന്നത് 1800 കോടിയാണ്. ഈ 1800 കോടി രൂപ കോഴ ഇനത്തിൽ കിട്ടുന്ന മാനേജ്മെൻറ്റിൻ്റെ സ്വാധീനത്തിന് വഴങ്ങി ഈ ഡീംഡ് യൂണിവേഴ്സിറ്റി വരുമ്പോഴും ഇവർക്കുള്ള ശമ്പളത്തിൻ്റെ ഉത്തരവാദിത്വം സ്റ്റേറ്റിൻ്റെ തലയിൽ കൊണ്ടുവന്ന് ഇവിടെ വെക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. അത് പ്രത്യേകിച്ച് UDF ആണ് വരണമെങ്കിൽ അവർ അത് ഏറ്റെടുക്കുകയും മൊത്തം. ചെയ്യും. പക്ഷേ ഇതിനകത്തൊരു കാര്യമുണ്ടെന്ന്, നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ എന്നുള്ള കാര്യം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അമേരിക്കൻ ഹിസ്റ്ററി പഠിച്ചു പോകുമ്പോൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. നോ ടാക്സേഷൻ. അപ്പോൾ ഈ നോ ടാക്സേഷൻ വിത്തൗട്ട് ഗെറ്റിംഗ് ദ ഡ്യൂ ഷെയർ ഫ്രം ദ പബ്ലിക് എക്സെക്കർ എന്ന് പറയാനായിട്ട് ഇവിടുത്തെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിന് അധികാരമില്ലേ, അവകാശമില്ലേ? അവരത് പറഞ്ഞു കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. കാരണം ഇനി വേറൊന്നും കൂടി പറഞ്ഞിട്ട് ഞാനത് അവസാനിപ്പിക്കുകയാണ്. സുപ്രീം കോടതി പറഞ്ഞ് സർക്കാർ എയ്ഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ സർക്കാർ പറയുന്ന നിബന്ധനകൾക്ക് വിധേയമായിട്ട് വേണം കോളേജ് നടത്താനായിട്ട്. എന്തുകൊണ്ടാണ് ഈ എയ്ഡഡ് സെക്ടറിലെ നിയമനം PSCയെ ഏൽപ്പിക്കാത്തത്? മിണ്ടണില്ലല്ലോ അവർ. അത് ആരും മിണ്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയുടെ സിസ്റ്റം വെച്ചുകൊണ്ട് ഒരു വലിയ അഴിമതിയിലേക്ക് തന്നെ കേരളം നീങ്ങില്ലേ എന്ന് ഞാൻ ന്യായമായും സംശയിക്കുന്നു. സംശയിക്കുകയല്ല സാർ, നീങ്ങും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം പൈസ എവിടെയുണ്ടോ അവിടെ നമ്മുടെ രാഷ്ട്രീയക്കാരും ഉണ്ട്, മാപ്രകളും ഉണ്ട്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.